മറ്റൊരു ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച്, അതായത് നമ്മുടെ റേഡിയോ ഐസോടോപ്സ് ഒക്കെ ഉപയോഗിച്ച് ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. സ്കാനിങ്, സെറോഗ്രാഫി, അതുപോലെ അൾട്രാസൗണ്ട്, സോണോഗ്രാഫി, അങ്ങനെയുള്ള എക്സ്റേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. കൺസൾട്ടേഷൻ വിച്ച് ഇസ് ഡൺ ബൈ ദ ഫിസിഷ്യൻ ഓർ എനി സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ. അതായത് പേഷ്യൻസിന്റെ കണ്ടീഷൻ വ്യക്തമായി എഴുതി തയ്യാറാക്കിയ, അതായത് ആരാണോ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, ആ ഫിസിഷ്യനോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറോ, അതൊക്കെ എന്തൊക്കെ മെഡിക്കൽ എക്സാമിനേഷൻസ് ആണെങ്കിലും നടത്തിയിട്ടുണ്ട്, ഓൾ ദീസ് തിങ്സ് അതൊക്കെ നടത്തേണ്ടത്, ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയാണ്. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ഓക്കെ. അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ റെക്കോർഡാണ്. ഇതെല്ലാം അവിടെ ക്ലിനിക്കൽ ഡാറ്റയായിട്ട് വരും. അതായത് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടോ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാചകം പറഞ്ഞാൽ ഇത്രയുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ് ഡൺ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓർ ഡോക്യുമെന്റഡ്. എന്ത് കാര്യം ഒരു പേഷ്യന്റിൽ ചെയ്താലും അത് ഡോക്യുമെന്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, അല്ലെ? ഇഫ് എനിത്തിങ് ഈസ് നോട്ട് റെക്കോർഡഡ് ഓർ ഡോക്യുമെന്റഡ് ഇറ്റ് ഈസ് ഹാസ് നോട്ട് ബീൻ ഡൺ എന്നാണ് അതിന്റെ ഉത്തരം. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റിൽ ഇല്ല, അല്ലെങ്കിൽ ഒരു റെക്കോർഡിൽ ഇല്ല, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഇന്ന സാധനം അത് നിങ്ങൾ ചെയ്തോ, അത് ചെയ്തു എന്ന് പറയാണ്. പക്ഷെ ഇഫ് ദർ ഇസ് നോ പ്രൂഫ് ടു പ്രൊവൈഡ്, ശരി അത് ചെയ്തെങ്കിൽ അതിന്റെ പ്രൂഫ് എന്തുകൊണ്ടാ എന്ന് പറയാണ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ല അവിടെ. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പ്രൊസീജിയറോ അത്തരം ഒരു കാര്യങ്ങളോ ആ പേഷ്യന്റിൽ ചെയ്തില്ല എന്ന് തന്നെയാണ്. ഡോക്യുമെന്റഡ് ആണ്, റെക്കോർഡഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിവാണ്. അതല്ല നമ്മൾ വാഗോണ്ട് പറയണേ ഇല്ലല്ലോ ഞങ്ങളത് ചെയ്തതാ, ആ ടെസ്റ്റ് ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റിയ എന്നൊക്കെ വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഡാറ്റയായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അത് പാടില്ല. എപ്പോഴും എന്തുവാണെങ്കിലും ഇത് റെക്കോർഡ് ചെയ്യണം. ഇതെല്ലാമാണ് ഒരു പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് അനസ്തേഷ്യ റിപ്പോർട്ടാണ് അടുത്തത് പറയാനുള്ളത്. അനസ്തേഷ്യ, അനസ്തേഷ്യ ഇസ് ഗിവൺ ടു എ പേഷ്യന്റ്. എന്തിനു വേണ്ടിയിട്ടാ, എപ്പോഴാണ് കൊടുക്കുന്നത് അനസ്തേഷ്യ കൊടുക്കുന്നത് പേഷ്യൻസിന്? എന്ത് കാര്യത്തിന് അനസ്തേഷ്യ കൊടുക്കുന്നത്? എന്തെങ്കിലുമൊക്കെ രോഗമായിട്ട് വെറുതെ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് അനസ്തേഷ്യസ് പ്രൊവൈഡ് ചെയ്യോ? ഇല്ല, അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ സർജറീസ് നടത്തുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തുമ്പോഴാണ് അനസ്തേഷ്യാസ് ആവശ്യം വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അനസ്തേഷ്യാസ് ഓരോ 3 times, 3 രീതിയിലുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ പഠിച്ചത്? ഈ ഫസ്റ്റ് മൊഡ്യൂളില് 5th ചാപ്റ്ററിൽ നമ്മൾ അനസ്തേഷ്യാസ് 2-3 തരത്തിലുണ്ട് എന്ന് പഠിച്ചോ നിങ്ങള്? തന്നെ ഒരു സപ്പോർട്ട് ചെയ്യല്ല എനിക്ക്. പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. ഏതൊക്കെയാണ് അനസ്തേഷ്യാസ്? ഏതൊക്കെ തരത്തിലുള്ള അനസ്തേഷ്യാസ് ഉണ്ട്? പറയും. ലോക്കൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ അല്ലെ? അതെ, ഇത് ഓരോന്നും ഓരോ പ്രത്യേക രീതിയാണ്. ലോക്കൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ അല്ലെ? ജനറൽ അനസ്തേഷ്യ സാധാരണയായിട്ട് നമ്മളിങ്ങനെ മാസ്ക് ഫിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ IV ക്യാനഡ് ഉപയോഗിച്ചൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക. മരുന്ന് ഇങ്ങനെ വേദി കൂടി കയറ്റിയിട്ട്. അപ്പൊ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അൺകോൺഷ്യസ് ഫീൽ ചെയ്യും ആ ഒരു പേഷ്യന്റിന്. സോ ദേ ക്യാൻ ഡു ദ പ്രൊസീജിയർ. ഇപ്പൊ ചില സ്റ്റിച്ച് ഇടാൻ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കും. അപ്പൊ അത് വേദനയൊക്കെ ഭയങ്കരമായിട്ട് പച്ചയായ മനുഷ്യനൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാസ്ക് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അൺകോൺഷ്യസ് ആകും, നമുക്ക് പെയിൻ ഫീൽ ചെയ്യില്ല. ഓക്കെ. അപ്പൊ ആ ഒരു മയക്കത്തിൽ അവർക്ക് ആ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. അതെല്ലാം മയങ്ങുന്നില്ല എങ്കിൽ നമ്മൾ ചിലപ്പോ എന്താ പറയാ പെയിൻഫുൾ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബലം പിടിക്കുക, തട്ടുക, അങ്ങനെയുള്ള ബോഡി റിയാക്ഷൻസ് ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ ചില നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിച്ച് ചെയ്യുന്ന ചില റിയാക്ഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അത് നടക്കും. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന കാര്യങ്ങൾ സർജറീസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനാണ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. സച്ച് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആണ് ജനറൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യ വിച്ച് ഇസ് യൂഷ്വലി ഹാൻഡിൽഡ് ബൈ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു അനസ്തേഷ്യ ആണ് ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ അതെന്താണ്, അതൊരു പ്രത്യേക രീതിയിൽ, അതായത് നമ്മളുടെ ആ ഒരു ഇപ്പൊ ഡെന്റിസ്റ്റുകൾക്ക് പല്ല് റിപ്പയർ ചെയ്യാൻ, പല്ല് എടുക്കാൻ, അലൈൻമെന്റുകൾ നടക്കാൻ അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ അവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ആ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ മാത്രം, ആ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒരു ചെറിയ ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുക. അപ്പൊ ആ ഒരു സ്ഥലം ഇറ്റ് ബിക്കംസ് നംസ്, അതായത് അവിടുത്തെ സെൻസേഷൻ ബ്ലോക്ക് ആകും എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു എന്താ പറയുക മരവിക്കും. അപ്പൊ അവർക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം.
ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് റീജിയണൽ അനസ്തേഷ്യ. ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അനസ്തേഷ്യനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് അവർ ബോഡി അല്ലെ, ഒരു നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗത്തെ മുഴുവൻ എന്താ പറയാ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ റീജിയണൽ അനസ്തേഷ്യ, വിച്ച് ഈസ് യൂഷ്വലി ഡൺ ഇൻ സെക്ഷൻസ് അല്ലെ. നമ്മുടെ സി സെക്ഷൻസിൽ സിസേറിയൻ പോലെയുള്ള ഓപ്പറേഷൻസ്, വലിയ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു പാർട്ട് ഓഫ് ദ ബോഡിനെ മൊത്തത്തിൽ മരവിപ്പിക്കേണ്ടി വരും. അത് സാധാരണ കൊടുക്കുന്നത് ഇങ്ങനെ പുറത്തൊക്കെയാണെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർ ഇഷ്ടംപോലെ ഉണ്ടാവും, അവർക്കറിയാൻ പറ്റും. അപ്പൊ ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൾസോ റിപ്പോർട്ടഡ്. ഇതും റിപ്പോർട്ട് ചെയ്ത് വെക്കണം, റിപ്പോർട്ട് ചെയ്ത് വെക്കണം. എന്താണ് ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തെടുത്ത അതായത് if they are providing some anesthesia before any operation or surgery, what amount of concentration of that particular anesthetic, അതായത് ആ അനസ്തേഷ്യ എത്രത്തോളം അളവിൽ കൊടുത്തു, ഏത് സമയത്താണ് കൊടുത്തത്, അതിന്റെ ഇഫക്റ്റ് എന്താണ്, all these things to be reported. അതൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. ഏത് അളവിൽ കൊടുത്തു, കൂടുതലാവാൻ പാടില്ല ഇല്ലേ. കുറഞ്ഞു പോകാൻ കുറഞ്ഞു പോയാല് ആ കുറവ് ആയതുകൊണ്ട് ചിലപ്പോ ശരിയായ രീതിയിൽ ആളുടെ സ്ഥലത്തെ മരവിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു പർട്ടിക്കുലർ ഏരിയ ശരിക്കും മരവിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ പോയിട്ട് ആ പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറി ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം നടക്കും അല്ലെ. അപ്പൊ ഭയങ്കര പ്രശ്നമായി മാറും. അതുകൊണ്ട് അതിന്റെ എമൗണ്ട്, ആ ഒരു കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട് അനസ്തേഷ്യയുടെ, അതിന്റെ എടുത്ത സമയം, അത് ഇഫക്റ്റീവായി പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയം, ഓൾ തിങ്സ് ഷുഡ് ബി റെക്കോർഡഡ് എന്നുള്ളതാണ് അനസ്തേഷ്യ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നത്. ആൻഡ് ഓൾസോ അനസ്തെറ്റിക് ഏജന്റ് മീൻസ് ദാറ്റ് പർട്ടിക്കുലർ ഡ്രഗ്, ആ ഒരു ഡ്രഗില്ലേ പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിങ്ങിനെ ഇല്ലാണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രഗ്, അതിനെയാണ് അനസ്തെറ്റിക് ഏജന്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഒരാളിലേക്ക് അനസ്തേഷ്യ ഇങ്ങനെ കുത്തിവെച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എന്താണോ ഏത് രീതിയിലാണോ അത് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ഡ്രഗ് ഏത് അനസ്തേഷ്യ എന്താ പറയാ ഡ്രഗ് ആണോ ഉപയോഗിച്ചിരുന്നത് അതൊക്കെയാണ് നമ്മൾ അനസ്തെറ്റിക് ഏജന്റ് എന്ന് വിളിക്കാം. അതിന്റെ അളവ്, പിന്നെ ടെക്നിക് യൂസ്ഡ്, ആ ഒരു അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഏത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് രീതിയിൽ അത് കൊടുത്തു, മാസ്കിൽ കൂടി കൊടുത്തോ, ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തോ, അത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തത്, ഓൾ ദീസ് തിങ്സ്. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ, ആള് അത് അബോധാവസ്ഥയിലാകാൻ എടുക്കുന്ന സമയം, ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ദ പെർട്ടിക്കുലർ അനസ്തേഷ്യ ടു ബി ഗിവൺ, ആ സമയത്ത് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടെമ്പറേച്ചർ നോക്കണം, ആളുടെ BP, പൾസ്, റെസ്പിറേഷൻ ഒക്കെ ശരിയായിട്ട് പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇതൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷമൊക്കെയാണ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുന്നത്. ക്ലിയർ ആയോ? ഇതാണ് അനസ്തെറ്റിക് റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇപ്പൊ അനസ്തേഷ്യ റിപ്പോർട്ട് പറഞ്ഞപ്പോ നമ്മൾ പഴയത് പഠിച്ചൊരു കാര്യം കൂടി വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ ഒരു സമയം കൂടിയായി. ക്ലിയർ ആണോ? വേഗം ഒന്ന് തമ്പിടോ? യെസ്. അപ്പൊ അനസ്തേഷ്യ റിപ്പോർട്ട് അതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ റിപ്പോർട്ടാണ്. ഇതൊക്കെ ക്ലിനിക്കൽ ഡാറ്റയാണ്. എല്ലാ പേഷ്യൻസിനെ ചെല്ലുമ്പോൾ തന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നൊന്നുമല്ല. ഏതൊക്കെ പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവിടുത്തെ ക്ലിനിക്കിന്റെ ഡാറ്റയായിട്ട് മാറും എന്നാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അടുത്തത് ഓപ്പറേഷൻ റിപ്പോർട്ടാണ്. ദാറ്റ് മീൻസ് ഇതിനകത്തും ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് when they are preparing for the surgery of any particular patient, അതായത് ഒരു ആളെ നമുക്ക് സർജറിക്ക് വിധേയമാക്കണം. സോ പ്രീ ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷന് മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? they have to take the consent of the patient. പേഷ്യന്റിന്റെ സമ്മതം, സർജറിക്ക് ഇവര് ഓക്കെ ആണ് അല്ലെ, സൈൻ ചെയ്യിപ്പിക്കാറില്ലേ? വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും, നിങ്ങൾ അതിന് തയ്യാറാണോ, പേഷ്യന്റിന് തയ്യാറാണെന്ന് പറയാനുള്ള ഒരു എന്താ പറയാ കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി സൈൻഡ് ഓർ കൺസെന്റഡ് ബൈ എനി അതർ ബെനിഫിഷ്യറീസ്. അതിന്റെ ലീഗൽ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് നിയമപരമായിട്ട് ആരാണോ ഏറ്റവും അടുത്ത ബന്ധു ആരാണോ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അല്ലാതെ ആരെങ്കിലും കൂട്ടി നിൽക്കാൻ വന്നവരെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെയല്ല. അവരുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ കൊണ്ടായിരിക്കണം, ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാരാണോ അവരെ കൊണ്ട് കൺസെന്റ് വാങ്ങിക്കണം. ആ പേഷ്യന്റ് പറ്റിയില്ലെങ്കിലാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ അനസ്തേഷ്യക്ക് മുമ്പ്, അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, അനസ്തേഷ്യക്ക് ശേഷം എവറി റിപ്പോർട്ട്സ്, അനസ്തേഷ്യയുടെ മുമ്പുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ, പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഭാഗം നമ്പായി, നമ്പാകുക എന്ന് പറഞ്ഞാൽ മരവിക്കുക ആയി, ഇന്ന സമയം ഇത്ര സമയം കൊണ്ട് അത് മരവിച്ചു, അത് പേഷ്യന്റിന്റെ ശരീരത്തൊക്കെ തട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചൊക്കെയാണ് ചിലപ്പോൾ അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കുക. അവര് എത്രത്തോളം അത് ആക്റ്റീവായിട്ട് അനസ്തേഷ്യ പ്രവർത്തിച്ചു എന്നൊക്കെ. ആൻഡ് ഓൾസോ ദ സർജറി റിപ്പോർട്ട്, ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ട് എല്ലാം നമ്മുടെ ഈ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ വരും.
ആൻഡ് സർജറിക്ക് മുമ്പും എന്താണ് പ്രീ ഓപ്പറേറ്റീവ് ഓപ്പറേഷന് മുമ്പും ഒരു ചെറിയ ചെക്കപ്പ് ഒക്കെ പേഷ്യന്റിൽ നടത്തണം. അയാളുടെ അപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഡയഗ്നോസിസ് ആ പരിശോധനയൊക്കെ എന്തായാലും നടത്തിയെങ്കിലും അതും റെക്കോർഡ് ചെയ്യണം ഓപ്പറേഷന് മുമ്പ്. ഓക്കെ, എല്ലാം വിശദമായി പരിശോധിച്ച് ആളുടെ എല്ലാ ബോഡി വെദർ ദ ബോഡി ഈസ് എന്താ പറയാ കേപ്പബിൾ ഫോർ സച്ച് ഓപ്പറേഷൻസിന് സർജറിക്കൊക്കെ ആളുടെ ബോഡി ഫിറ്റ് ആണോ കേപ്പബിൾ ആണോ. ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയുമല്ലേ ഓപ്പറേഷൻസിന്റെ ഒത്തിരി പ്രായമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു അവർക്ക് ഓപ്പറേഷൻസ് വേണം. അപ്പൊ ചിലപ്പോൾ ഡോക്ടർ പറയും ഇത്രയൊക്കെ ഏജ് ആയി അപ്പൊ ഓപ്പറേഷൻ അത്ര സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല അല്ലെ, ദർ ഇസ് നോ ചാൻസ് ഓഫ് റിക്കവറി എന്നൊക്കെ പറയാണ്. എങ്കില് അത് അവരുടെ ഒരു ഇതാണ്. കാരണം അത്രയും ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൂടെ നമ്മൾ സർജറീസ് നടത്തിയിട്ട് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പറയാറില്ലേ, കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ? നമുക്കൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകും, നമ്മുടെ വീട്ടിലൊക്കെ പ്രായം ചെന്നവരൊക്കെ ഉണ്ടായിരുന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വരുന്നു. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇത് ചെയ്യാൻ ആളുടെ ബോഡി ഫിറ്റ് അല്ല. അങ്ങനെയൊക്കെ ഒരുപാട് സജഷൻസ് ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ. സജഷൻസ് പറയും, കാരണം ആ പറഞ്ഞിട്ടും അവര് പറയാണ്, റിലേറ്റീവ്സോ നിൽക്കുന്നവരോ പറയാണ് അത് കുഴപ്പമില്ല ഡോക്ടറെ ഡു ഇറ്റ്, അത് നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ല. ചില ആൾക്കാരോട് അയ്യോ അത് ആവശ്യമില്ല അപ്പൊ എന്ന് പറയും. അത് ഒരു സജഷൻസ് പറയേണ്ടത് ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. ആൻഡ് ഓൾസോ ഫുൾ ഡിസ്ക്രിപ്ഷൻ, ആ ബോഡിയിൽ എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതണം. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങള്, അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഓരോ ഓർഗൻസ്, ഓരോ എന്താ പറയാ നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ അവയവങ്ങളുടെ ഓരോ രീതികള്, പിന്നെ സ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്സ് ഒക്കെ ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ട് സ്റ്റിച്ച് ഒക്കെ ഇടൂലേ, ആ സ്റ്റിച്ച് അത് എത്ര എണ്ണം ഉണ്ട്, എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു സർജറി, അതിന് എത്ര സ്റ്റിച്ചസ് ഉണ്ട് എന്നുള്ളത്, പിന്നെ അതിന്റെ പറയാ അതിലുപയോഗിക്കുന്ന പല ഡ്രെയിൻസും അതുപോലെ സ്പോഞ്ചസ്, ഈ എന്താ പറയാ സർജറി ഒക്കെ നടത്തി കഴിയുമ്പോൾ അത് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അത് എന്ത് സാധനം ഉപയോഗിച്ചാൽ അതിന്റെ സ്പോഞ്ച്, അതിന്റെ പേര്, പിന്നെ സർജറി നടത്തുന്ന സർജന്റെ പേരും ആളിനെ ഹെൽപ്പ് ചെയ്ത അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവരുടെ പേരും ഒക്കെ കൃത്യമായിട്ട് ഓപ്പറേഷൻ റിപ്പോർട്ടിൽ വേണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സർജറി നടത്തി ഇന്ന ആള് ഇന്ന ഡോക്ടറാണ്, ആൻഡ് ആഫ്റ്റർ സർജറി ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് അതുപോലെയുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അല്ലെ. സർജറി ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആളുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമായത്, അതിന് മുമ്പ് ഒരു വലിയ കുഴപ്പമുണ്ടായില്ല, സർജറി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ആൾ ഇങ്ങനെയാണ്. അപ്പൊ അത് ആരാണ് ഇത് ചെയ്തത്? ഹു അസിസ്റ്റഡ് ദാറ്റ് പർട്ടിക്കുലർ സർജനെ അസിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ്? സംതിങ് വിൽ ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ അല്ലെ, അവരുടെ കയ്യബദ്ധങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് റിപ്പോർട്ടിൽ വേണം. മനസ്സിലായോ എന്താണ് ഓപ്പറേഷൻ റിപ്പോർട്ട് എന്ന്? ആ സ്യൂച്ചേഴ്സ് എന്താണെന്ന് അതിന്റെ മലയാളം എഴുതി വെച്ചേക്കാം. സ്റ്റിച്ചിങ്സ് ആണ് കേട്ടോ, സ്റ്റിച്ച്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒന്ന് വെറുതെ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ റിപ്പോർട്ടിനകത്തും കണ്ടന്റ് ഓരോന്നിലും ഓരോ കണ്ടന്റ് ആണ്. അനസ്തേഷ്യയുടെ കണ്ടന്റ് അല്ല ഓപ്പറേഷൻ റിപ്പോർട്ടിന്റെ കണ്ടന്റ്. അനസ്തേഷ്യയൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സർജറി നടക്കുമ്പോൾ എന്തൊക്കെ റിപ്പോർട്ടുകളൊക്കെയാണ് വേണ്ടത്, ആരുടെയൊക്കെ പേരും വിവരങ്ങളൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടണം. പിന്നെ കാരണം ഈ സർജറിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് ഹോസ്പിറ്റൽസിന്റെ ഇമേജിനെ വരെ തകർക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് അല്ലെ. സർജറി കഴിഞ്ഞപ്പോഴാണ് ആള് മരണപ്പെട്ടത്, അതിനു മുമ്പ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവരുടെ അബദ്ധം കൊണ്ടാണ് എന്നൊക്കെ ചില എന്താ പറയാ ചില പരാതികള് പരിഭവങ്ങളൊക്കെ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു. സോ ഇറ്റ് വിൽ ഡാമേജ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഹോസ്പിറ്റൽസിന്റെ ഇമേജിന് കോട്ടം വരാൻ സാധ്യത അല്ലെ. ഒരു ഹോസ്പിറ്റലിനെതിരെ അവരുടെ കയ്യബദ്ധം കൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുന്ന നാട്ടുകാരൊക്കെ പറഞ്ഞു നടത്താം. പിന്നെ എന്താ പറയാ ജീവനിൽ കൊതിയുള്ള ആളുകൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകുമോ? ഇല്ല, പോകൂല. കാരണം അത് നമുക്ക് എല്ലാവർക്കും ലൈഫ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവന് പോകൂല. അപ്പൊ അങ്ങനെ ഒരു ഇട വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അതൊക്കെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ. And the next one is recovery room record. Recovery room record after the completion of any surgery. ഇപ്പൊ ഏതെങ്കിലും ഒരു എന്താ പറയാ ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ സർജറി റൂമിൽ നിന്ന് പേഷ്യൻസിനെ അവിടെ നിന്ന് കഴിഞ്ഞു, സർജറി കഴിഞ്ഞതിന് ശേഷം അവരെ എന്ത് ചെയ്യുന്നു? മാറ്റുമല്ലോ. എവിടേക്ക് മാറ്റും? റിക്കവറി. ചില പേഷ്യൻസിനെ നേരിട്ട് റൂംസിലേക്കോ വാർഡിലേക്കോ ഒന്നും മാറ്റില്ല. ചിലവരെ കുറച്ച് നേരത്തേക്ക് ഒന്ന് റിക്കവർ ആകാൻ വേണ്ടി റിക്കവറി റൂമിലേക്ക് മാറ്റി.
മനസ്സിലായോ? റിക്കവറി റൂം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിയിടും. കാരണം ആ റിക്കവറി റൂമിലേക്കൊക്കെ എത്തുമ്പോഴേക്കും എന്താ പറയാ നഴ്സിംഗ് റൂം അല്ലെങ്കിൽ റിക്കവറി റൂം എന്നൊക്കെയാണ് അതിന്റെ പേര്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വിട്ടിട്ടുണ്ട് ഇന്ന സമയം, അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നമ്മുടെ നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് റെക്കോർഡ് മനസ്സിലായി. ഇന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്റർ വിട്ട് ആളെ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് ടു ബി റീച്ച് നിയർ ടു ദ നഴ്സിംഗ് റൂം അല്ലെങ്കിൽ റിക്കവറി റൂം. ആളെ നഴ്സിംഗ് റൂമിലേക്കാണ് മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിക്കവറി റൂമിലേക്ക്. അത് എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെ മരുന്നുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? റിക്കവറി റൂം റെക്കോർഡ് ക്ലിയർ? ഓക്കെ. അടുത്തത് നഴ്സിംഗ് നോട്ട്സ് ആണ്. നഴ്സിംഗ് നോട്ട്സ് ഇനി വേണ്ടത് എന്താ? നഴ്സിംഗിന്റെ നോട്ട്സ് എന്ന് വെച്ചാൽ നഴ്സ് ചെയ്യുന്ന എന്താ പറയാ നമ്മളുടെ നഴ്സസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് ഡോക്ടേഴ്സിന്റേതായ കാര്യങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്യുന്നു. അവർ മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയോ? അല്ല, നഴ്സ് ചെയ്യുന്ന ഓരോ സമയത്ത് ടൈം ടു ടൈം രോഗികളുടെ അടുത്ത് പോകുന്ന, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവർ കെയർ ചെയ്യുന്നു, അവർക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെ? അതൊക്കെ അവര് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും, രോഗികളുടെ അടുത്ത് പോകും. സോ വാട്ട് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ പേഷ്യന്റ്? അങ്ങനെ ചെല്ലുമ്പോൾ ആ പേഷ്യൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, അവരുടെ പ്രതികരണം. അപ്പൊ ആ പ്രതികരണം ഒക്കെ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. മനസ്സിലായോ? പിന്നെ ഇപ്പൊ പേഷ്യൻസ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് അതിൻ്റെതായ ആ ഒരു എന്താ പറയാ ഡെവലപ്മെന്റ് പേഷ്യന്റിൽ ഉണ്ട് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഇനി പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ റിക്വയർമെന്റ്സ് ഉണ്ടോ, ഇഫ് ദേ ആർ ഫേസിങ് സം പ്രോബ്ലംസ്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ആ പേഷ്യൻസിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും രണ്ടും എഴുതണം. മനസ്സിലായോ? ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ. ഇപ്പൊ പേഷ്യൻസിന് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇവർ ഇന്ന പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നോട്ട് ചെയ്യുക. അല്ല, അവർ ഓക്കെയാണ്, അവരെല്ലാം കംപ്ലീറ്റ്ലി ഓക്കെയാണ്, അവരുടെ ബിഹേവിയറൊക്കെ കൃത്യമായിട്ട് പറയുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അതാണെങ്കിലും നല്ലതോ ചീത്തയാവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. ഓക്കെ. ആൻഡ് ഓൾസോ ഓൾ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് എന്താ പറയാ ഏതൊക്കെ മെഡിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഇവർ തയ്യാറാക്കുന്നുണ്ടോ അതൊക്കെ നഴ്സസ് തയ്യാറാക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിന് വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിച്ച് വേണം എന്ത് ചെയ്യാൻ, ഓരോ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കാൻ. കേട്ടോ? ഡോക്യുമെന്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ്, ഇവര് കണ്ടെത്തിയ കാര്യങ്ങൾ, ഇവരുടേതായ കാര്യങ്ങൾ, കണക്കുകൂട്ടലുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. കാരണം കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഈ ഒരു സാധനം കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് ആർ ചെക്കിങ് ഇറ്റ്, ഡോക്ടേഴ്സ് അത് വെച്ചിട്ട് എപ്പോഴൊക്കെ ഇവരുടെ അടുത്ത് പരിശോധനയ്ക്കൊക്കെ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ചിലപ്പോ നഴ്സസ് ആയിരിക്കാം രോഗികളെ സന്ദർശിക്കുക. അപ്പൊ അവരത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പേഷ്യന്റിന്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മെഡിക്കൽ കെയർ കൊടുക്കാമല്ലോ പേഷ്യൻസിന്. അപ്പൊ അത് കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നഴ്സിംഗ് നോട്ട്സ് നഴ്സസ് തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. യെസ്, ഇതിലൊക്കെ എല്ലാ പോയിന്റും നിങ്ങൾ പഠിക്കണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ പേജിലൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോയത് ഉണ്ടോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെ അണ്ടർലൈൻ ചെയ്തതുണ്ടോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഭാഗത്ത്? ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് പറയൂ ആരെങ്കിലും? ഉണ്ട്. ഈ പേജിലെ ഞാൻ പറയാട്ടെ, ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അടുത്തത് നോക്കാം. അപ്പൊ നഴ്സിംഗ് നോട്ട്സ് കഴിഞ്ഞു. അടുത്തത് TPR ചാർട്ടാണ്. TPR എന്താ? TPR സ്റ്റാൻഡ്സ് ഫോർ ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേഷൻ. ഇതൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് എന്ത് ചെയ്യണം, അത് അതിന്റെ ഫോമില് എന്ത് ചെയ്യാ, കുറിച്ച് വെക്കാം. അത് ഓരോന്നിനും ഫോം ഉണ്ടാവും. അപ്പൊ ഈ TPRന്റെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് എടുത്ത് വെച്ചിട്ട് ഇവർക്ക് ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അത് വേഗം അതുകൊണ്ട് എഴുതി പിടിക്കാം. TPR ചാർട്ട് ഇറ്റ്സ് ഓൾസോ എ ഡോക്യുമെന്റ് ഓർ ഡാറ്റ. ഇതും ഒരു ഡാറ്റയാണ്. പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ പരിശോധിച്ച് അത് റെക്കോർഡ് ചെയ്യുന്നു, പൾസ് നോക്കി അത് റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ റെസ്പിറേറ്ററി ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അത് നോക്കുന്നു, അതും റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ അവിടെ ഡാറ്റയായിട്ട് വരുന്നതായിരിക്കും TPR ചാർട്ട്. ഓക്കെ. അടുത്തത് മെഡിക്കേഷൻ ഷീറ്റ് ആണ്. അതായത് മെഡിസിൻസ്, കൊടുക്കുന്ന മെഡിസിൻ വെദർ ഗിവൺ ഓറലി, ടോപ്പിക്കലി, ഇൻഫ്യൂഷൻ ഓർ ഇൻഹലേഷൻ, ഏത് രീതിയിൽ കൊടുത്തതായാലും ഇതൊക്കെ എന്താ? ടോപ്പിക്കലി, ഓറലി,
ഇൻഹലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ ഒക്കെ എന്തുട്ടാ ഓറലി എന്ന് പറഞ്ഞാൽ വായിൽ കൂടി കൊടുക്കുന്നത്, ടോപ്പിക്കലി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പുറമെ കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പൊ ശരീരത്തിന്റെ പുറമെ കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിയോതെറാപ്പി, ഹീറ്റിംഗ് ഒക്കെ ചൂട് പിടിച്ചിട്ടൊക്കെ കൊടുക്കുന്ന എന്തോ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. എന്തോ ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു ക്ലിനിക്കിന്റെ തൊട്ടപ്പുറത്ത്, നമ്മുടെ ഈ ബിൽഡിങ്ങിന് തൊട്ടപ്പുറത്ത്, അതുകൊണ്ട് ടിക് 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 ഓരോ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഉള്ളിലൊന്നും കയറി പോയി നോക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇവിടെ എല്ലാ ദിവസവും വന്ന് ക്ലാസ് എടുക്കണ്ടെങ്കിൽ തൊട്ടടുത്താണെങ്കിലും അത് പറ്റിയിട്ടില്ല നമുക്ക്. വാട്ട് ഈസ് ഗോയിങ് ഓൺ, അവിടെ എന്താ അങ്ങനെ നടക്കുന്നത്, നമുക്ക് അങ്ങനെ പോകാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഫിസിയോതെറാപ്പിയിൽ അങ്ങനത്തെ ചില ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക അല്ലെ. കാലൊക്കെ ഇങ്ങനെ കാലിന് ഒത്തിരി പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു വയസ്സായവര് ഏതെങ്കിലും വയസ്സൊന്നും ആവാതെ തന്നെ ആക്സിഡൻസിലൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി അവിടെ നടക്കാനൊക്കെ മര്യാദയ്ക്ക് പറ്റാത്ത ഭയങ്കര ഡിഫിക്കൽട്ടി നടക്കാനായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ ഫോട്ടോയ്ക്കും വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ പിടിച്ചൊക്കെ കൊണ്ടുപോയി അവര് അവിടെ കിടത്തിയിട്ട് ഇവിടെ ഒക്കെ കൊടുക്കുന്ന എന്തോ ഒരു ഹീറ്റൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ബോഡിയുടെ പുറത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അതിനെയാണ് ടോപ്പിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഹലേഷൻ എന്താ, ശ്വസിച്ചിട്ട് നമ്മൾ ഏത് രീതിയിലാണ് വരുന്നത്. ഇപ്പൊ നമ്മള് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന ആള്, ചുമയൊക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന കാര്യമാണ്. എല്ലാ കൊല്ലം 1-2 പ്രാവശ്യമൊക്കെ, കൊല്ലത്തിൽ 1 പ്രാവശ്യമൊക്കെ 1-2 പ്രാവശ്യം ചുമ വരും. ഭയങ്കര ചുമയൊക്കെ നിൽക്കാണ്ടായി കഴിയുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. പിന്നെ എന്താ സംഭവിക്കാറുള്ളത്, നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ ശ്വാസ തടസ്സമൊക്കെ വരുമ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം തരുന്ന എന്താ, സാധനം വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇൻഹേൽ ചെയ്യിപ്പിക്കുക അല്ലെ, നെബുലൈസ് ചെയ്യിക്കുക. അപ്പൊ അത് വെറുതെ തിളച്ച വെള്ളമൊന്നുമല്ല, അതിനകത്ത് എന്തോ ഒരു മരുന്ന് ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഞാൻ കിടക്കിടക്ക് പോയി വലിക്കുന്നുണ്ടോ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറയുന്നത് ആണോ? എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? നെബുലൈസ് ചെയ്ത എക്സ്പീരിയൻസ് ആക്കൂല? വെരി ഗുഡ്, നല്ല കാര്യം. ഓക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനൊക്കെ പോകും കേട്ടോ. മക്കൾക്കുണ്ട്. എനിക്കിത് എക്സ്പീരിയൻസ് എനിക്ക് തന്നെയാണ്, മക്കൾക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഇത് നമ്മളൊന്നാമത്തെ ഈ വയലനാക്ക് കൊണ്ട് ജീവിക്കുകയാണല്ലോ. മീൻസ് എപ്പോഴും ഇങ്ങനെ വയറ്റളച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതേ ഉള്ളൂ. അപ്പൊ കൂട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിലെ പൊടി പിന്നെ തണുപ്പൊന്നും നമുക്ക് ചിലപ്പോ പറ്റില്ല. ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഫാനിട്ട് കിടക്കുന്നൊക്കെ ഡോക്ടേഴ്സ് പറയും അതിന്റെ ആണ് അലർജി, ഇതിന്റെ ആണ് അലർജി, അപ്പൊ അതുകൊണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും എന്നൊക്കെ പറയും. പക്ഷെ ഫാനില്ലാതൊക്കെ നമുക്ക് കിടക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പൊടിയൊക്കെ പിടിച്ചേ അതന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. പൊടി കൂടുതൽ വന്നു കഴിയുമ്പോ പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് ഈ സാധനം നെബുലൈസ് ചെയ്യാൻ വരുമ്പോ അതിനകത്തൊരു വാട്ടർ ഉണ്ട്. പക്ഷെ അതിനകത്തേക്ക് അവരൊരു മരുന്ന് ഡ്രോപ്പ് ഇടുന്നുണ്ട് അതിനകത്ത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അത് ഇൻഹേൽ ചെയ്യാണ്. ഒരു അരമണിക്കൂർ അത് അവിടെ ഇരുന്ന് വലിച്ചു കഴിയുമ്പോ ഏതോ സ്വർഗത്തിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ആണ്. കാരണം അത്രയും നേരം നമ്മള് ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുകയാണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് ശ്വാസം ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ സാധനം ഇങ്ങനെ വെക്കുമ്പോണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ പറയാ, ഭയങ്കര ഫീലിംഗ് ആണ്. അതിൽ പരമൊരു സമാധാനവും സന്തോഷവും ഇല്ലാന്ന് പറയും. കാരണം ഉറക്കം വരെ നമുക്ക് കിട്ടില്ല ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ ഏത് മരുന്ന് ഏത് രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യണം. അതിന്റെ റെക്കോർഡിൽ വേണം. അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഏത് രീതിയിലാണോ അത് കൊടുത്തതെന്നുള്ളത് അത് ഡോക്യുമെന്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ദ ഡേറ്റ്, ടൈം, നെയിം ആൻഡ് ഓൾസോ ഡോസ് ഓഫ് ഡ്രഗ്. ഏത് ഡോസ് ഏത് ഡ്രഗ് കൊടുത്തു, അതിന്റെ ഡോസേജ് എത്രയാണ്, അത് എപ്പോ കൊടുത്തു, ഡേറ്റ്, സമയം ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തണം. അതൊക്കെ ചേർത്ത് എഴുതി വെക്കുന്നതാണ് നമ്മുടെ മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്, മെഡിക്കേഷൻ റെക്കോർഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു ശാന്തത എന്തോ ഫീൽ ചെയ്യണ്ടല്ലോ എനിക്ക് പറഞ്ഞിട്ട്. മനസ്സിലാകുന്നില്ലേ? സൗമ്യ ഓക്കെ. ഇവിടെ ഈ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന ഇത് മാത്രം കാണുന്നവരാണ് ഞാൻ വിളിക്കുന്നത്. അവര് ഇടാത്ത എന്താവുന്ന ഒരു തമ്പ് ഇടാത്ത എന്താന്ന് ഇങ്ങനെ ആലോചിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെ നമ്മൾ അണ്ടർലൈൻ ചെയ്തതാണ്. അതിനുശേഷമുള്ളത് അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇതാ ഇൻക്ലൂഡ്സ് എന്ന് തുടങ്ങി മതി. ഇൻക്ലൂഡ്സ് അനസ്തെറ്റിക് ഏജന്റ്സ് എമൗണ്ട് ടെക്നിക് used to execute the effective duration of the anesthetic, the temperature, pulse, respiration and the blood pressure.
അത് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് രണ്ടാമത്തെ പോയിന്റ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓൾസോ എന്നുള്ളത് വേണ്ട. അടുത്തത് ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് വേണ്ടത് ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. റിക്കവറി റൂം റെക്കോർഡിൽ അത് ഫുള്ളും ഉണ്ട്, ഒറ്റ സെന്റൻസേ ഉള്ളൂ, അതുകൊണ്ട് അത് ഫുള്ളും അണ്ടർലൈൻ ചെയ്യാം. റിക്കവറി റൂം റെക്കോർഡിൽ ഫസ്റ്റ് സെന്റൻസ് ഫുള്ളും പറഞ്ഞുള്ളൂ. പിന്നെ നഴ്സിംഗ് നോട്ട്സില് ആദ്യത്തെ സെന്റൻസ് ഉണ്ട്, ഒന്നാമത്തെ സെന്റൻസ് മാത്രം മതി. നഴ്സിംഗ് നോട്ട്സില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. TPR ഒറ്റ സെന്റൻസേ ഉള്ളൂ, അത് ഫുൾ അണ്ടർലൈൻ ചെയ്യാം. ടെമ്പറേച്ചർ പൾസ് റെസ്പിറേഷൻ എന്ന് പറയുന്ന TPR അത് ഫുൾ അണ്ടർലൈൻ ചെയ്യാം. ദെൻ മെഡിക്കേഷൻ ഷീറ്റിന്റെ 2 പോയിന്റും അണ്ടർലൈൻ ചെയ്യണം. മെഡിക്കേഷൻ ഷീറ്റിന്റെ 2 പോയിന്റും അണ്ടർലൈൻ ചെയ്യും. കിട്ടിയോ? ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഓക്കെ അല്ലേ? പോട്ടെ അടുത്തതിലേക്ക്. അടുത്തത് മിസ്സലേനിയസ് റെക്കോർഡ്സ് ആണ്, അല്ലെങ്കിൽ മിസ്സലേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി മറ്റിനം റിപ്പോർട്ടുകൾ. ബാക്കി വരുന്ന മറ്റ് അല്ലാതെ ചില റിപ്പോർട്ട് വേറെ ഒക്കെ ഉണ്ടാവുമല്ലോ, ഇനിയും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരുപാട് റിപ്പോർട്ടുകളുടെ കാര്യം പറഞ്ഞു. അത് കൂടാതെ കുറെ റിപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പൊ ലൈക്ക് ICU കിടന്നിരിക്കുന്ന പേഷ്യൻസ്, അവിടെ ഉണ്ടാവും കുറെ റെക്കോർഡ്സ്. CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ചില സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ അതിനകത്ത് അവിടെ പല ഫോമുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോ പേഷ്യന്റ്, ഇപ്പൊ ഒരു പേഷ്യന്റിനെ CCUവിൽ കിടത്തിയിരിക്കാം. അപ്പൊ ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഫോം ഉണ്ടായിരിക്കും. അത് ഫില്ല് ചെയ്ത് അതിനകത്ത് പലതൊക്കെ റെക്കോർഡ് ചെയ്യാനോ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് മിസ്ലേനിയസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഫിസിക്കൽ തെറാപ്പിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ. ഒരു പേഷ്യൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വിത്ത് യൂസിങ് ഇലക്ട്രിസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടോ, അത് എക്സസൈസിലൂടെ, ഹീറ്റ് ചൂട് കൊടുത്തിട്ട്, പിന്നെ കോൾഡ് തണുപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ വെള്ളം, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, ഇതൊക്കെ ഉപയോഗിച്ച് പേഷ്യൻസിന് അവരുടെ ബോഡീനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി വരുന്ന ചില എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കൃത്യമായിട്ട് അത് എഴുതി തയ്യാറാക്കിയിട്ട് ഡാറ്റ പോലെ ഉണ്ടാക്കി വെക്കണം. അതാണ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടുണ്ടോ? ആരെങ്കിലും ഫിസിക്കൽ തെറാപ്പി യൂണിറ്റിൽ പോയിട്ടുണ്ടോ? ഫിസിക്കൽ തെറാപ്പി ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറ്റിയിട്ട്? അപ്പൊ നമ്മള് ഈ എന്താ പറയാ വീഴ്ചകളൊക്കെ ഒരു വലിയ ഇല്ല, ആരും പോയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഉണ്ടല്ലോ, ചിത്ര പോയിട്ടുണ്ട് അല്ലെ? എന്ത് ഉപയോഗിച്ചിട്ടുള്ള ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഫിസിയോതെറാപ്പിയിൽ ചിത്ര ചെയ്തത്? യൂസിങ് ഇലക്ട്രിസിറ്റി ആണോ, ഹീറ്റ് ആണോ, എക്സസൈസ്? ചിലരെ കൂടെ എക്സസൈസും പറഞ്ഞു കൊടുക്കും അവര്, ഇന്നതൊക്കെ ചെയ്യണം. ചില ഡോക്ടേഴ്സ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഴ്ചയൊക്കെ വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ടു, ഓർത്തോന്റെ ഒരു വിഭാഗമൊക്കെ പോയി കണ്ടു. അതേ കണ്ടോ, ചിത്ര പറയുന്നു ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ചിത്ര എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ഫിസിയോതെറാപ്പിയിൽ. അപ്പൊ ഡോക്ടർ എന്താ പറയാ ആ വീഴ്ചയിൽ ചിലപ്പോ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഇടയ്ക്കിടയ്ക്ക് എക്സ്റേ ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ എക്സ്റേ ഒക്കെ എടുക്കുന്ന നോക്കുമ്പോൾ ചിലപ്പോ ഈ ഒടിഞ്ഞ ഭാഗത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ വേദനകളൊക്കെ ഫീൽ ചെയ്യും. ഇപ്പൊ കൈയൊക്കെ ഒടിഞ്ഞവരാണെങ്കിൽ നമുക്ക് ആ കൈ ഉപയോഗിച്ച് ഭയങ്കര ഭാരപ്പെട്ട ഇതൊന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാനും, അതുപോലെ തന്നെ അത്തരം ഇതില് വർഷാവർഷമൊക്കെ എപ്പോഴും ഒക്കെ വേദന, ആ വീഴ്ചയുടെ ആഘാതത്തില് പിന്നീടുള്ള എല്ലാ വർഷത്തിലും ആ സമയമൊക്കെ ആകുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവർക്കൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്, നിങ്ങൾ ഇവിടെ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. ചിലപ്പോ ഹോസ്പിറ്റൽസിൽ തന്നെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ പുറത്ത്, ഇതിപ്പോ പുറത്താണ്, ഇതൊരു ഹോസ്പിറ്റലല്ല, ഇതൊരു പുറത്തുള്ളവര് അതുപോലെ ഫങ്ഷൻ ചെയ്യുന്ന കാലില് എല്ല് വളർന്നിട്ട് വേദന വന്നിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞത് ചിത്രയുടെ. ഓക്കെ, അങ്ങനെ മനസ്സിലായോ? അപ്പൊ അത്തരം ഫിസിയോതെറാപ്പിയുടെ ഒരു സെന്റർ മാത്രമാണ്, ഹോസ്പിറ്റൽസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതല്ല, സെപ്പറേറ്റ് നടത്തുന്ന ഒരു ഫിസിയോതെറാപ്പി സെന്റർ ആണ്. നമ്മുടെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. പോകാൻ വരെ പറ്റിയതൊന്നുമില്ല. ഓക്കെ, കാണാനായിട്ട് അവിടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ടിക് 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സൗണ്ടുകൾ കേൾക്കാം. ചിലർ വന്നിരുന്നിട്ട് അവിടെ പുറത്തുനിന്ന് ജസ്റ്റ് വണ്ടിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കാണുന്നതാണ് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ, എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. ഓക്കെ, അതൊക്കെയാണ് കേട്ടോ ഫിസിക്കൽ തെറാപ്പി ട്രീറ്റ്മെന്റ്.
അത് ഫുൾ സെന്റൻസ് ആണ്, അണ്ടർലൈൻ ചെയ്തേക്കുക. അടുത്ത സോഷ്യൽ സർവീസ് ഡാറ്റ. സോഷ്യൽ സർവീസ് എന്തൊക്കെ തരത്തിലുള്ള സോഷ്യൽ ആയിട്ട്, അതായത് നമ്മൾ പറഞ്ഞു മെഡിക്കൽ സോഷ്യൽ സർവീസ് ഉണ്ട്. ഇന്ന് ഹോസ്പിറ്റൽസിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് മെഡിക്കൽ സോഷ്യൽ സർവീസ്. ദാറ്റ് മീൻസ് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു പേഷ്യൻസ്, ദോസ് ഹു ഹാവ് സം എന്താ പറയാ ഇമോഷണൽ ഫീലിങ്സ്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല അവർ ഫേസ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല മാനസിക ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാകാം, അറിവില്ലായ്മ. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവർക്ക് ഒരു മെന്റൽ സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ചേർത്ത് നിർത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒക്കെ ഇവരിൽ നിന്നൊക്കെ പേഷ്യൻസിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സോഷ്യൽ ഇൻഫോർമേഷൻ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, മറ്റു കാര്യങ്ങൾ, ആ പേഷ്യൻസിൽ ഫേസ് ചെയ്ത അവരുടെ പ്രോബ്ലം, അവർ എന്ത് പ്രോബ്ലം ആണ് അവർ ഫേസ് ചെയ്യുന്നത്, ഓൾ ദീസ് തിങ്സ് വിൽ ബി റെക്കോർഡ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ. ഇപ്പൊ ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, അവർക്ക് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. അത് നമ്മുടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അത് ഹാൻഡിൽ ചെയ്യുന്നു. എന്താണ് അവർ ഫേസ് ചെയ്ത പ്രോബ്ലം, അതിൽ നമ്മൾ എന്ത് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് ദാറ്റ്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ, അതെന്താണോ ചെയ്തത് അത് റെക്കോർഡ് ചെയ്യുക. അതൊരു ഡാറ്റയായിട്ട് മാറും. ഓക്കെ, സോഷ്യൽ സർവീസ് ഡാറ്റ. ക്ലിയർ ആയോ? മനസ്സിലായോ? And the last one എന്താണ്? ഡിസ്ചാർജ് സമ്മറി. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ഓഫ് എ പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലെ ആ കോഴ്സ് കഴിഞ്ഞു, ഒരു മാസം ഒരു 2 ആഴ്ചയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആളെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു എന്താ പറയാ വ്യാഖ്യാനമാണ് ഏത് റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരാഖ്യാനം. ഫസ്റ്റ് തുടങ്ങി ആ പേഷ്യന്റ് വരുമ്പോൾ തുടങ്ങി ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്തൊക്കെയായിരുന്നു ആളിൽ ചെയ്ത കാര്യങ്ങള്, ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, അതൊക്കെ കൃത്യമായിട്ട് സമ്മറൈസ് ചെയ്ത് ചുരുക്കത്തിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. എല്ലാ ഹോസ്പിറ്റൽസും അത് ചെയ്തു വെക്കണം. അതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു ഡെഫിനിഷൻ ആണ്. Discharge summary is a brief recapitulation of the patient's course in the hospital. ഹോസ്പിറ്റലിലുള്ള കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ ആ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു വ്യാഖ്യാനം, ഒരു പുനരാഖ്യാനമാണ്. തുടക്കം തുടങ്ങിയതിനെ വ്യാഖ്യാനിച്ച് അത് ഷോർട്ടായിട്ട് തയ്യാറാക്കുന്നു. അതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. സോ അതിനകത്ത് അപ്പൊ എന്തൊക്കെ ഉൾപ്പെടും ആ ഡിസ്ചാർജ് സമ്മറിയിൽ? റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്തിനു വേണ്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയി ആരോഗ്യ, പിന്നെ ആളില് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തി, പരിശോധനയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചോ, പിന്നെ അതിനെ കുറിച്ച് പരിശോധനകൾ നടത്തിയത് എങ്ങനെയൊക്കെയാ, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും തെറാപ്പീസ് കൊടുത്തിട്ടുണ്ടോ, പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റിനോട്, പിന്നെ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അല്ലെ, പിന്നെ എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടായാലും ഇത് ചെയ്തോളണം, എന്നാലും ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ, വീട്ടിൽ പോയിട്ട് ഇന്ന ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യണം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാണണം, ഓൾ സച്ച് തിങ്സ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതി വെക്കണം. മനസ്സിലായി? അപ്പൊ ഫോളോ അപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ ചെയ്തു 2 ദിവസം കഴിഞ്ഞ് ഒന്ന് വന്ന് കാണണം, നിങ്ങളുടെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നുകൂടി വന്ന് കാണണോട്ടോ, അതാണ് ഫോളോ അപ്പ്. അപ്പൊ അതിനൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതനുസരിച്ച് പേഷ്യൻസ് വരണുണ്ടോ എന്ന് നോക്കാം, അല്ലെ? ചിലപ്പോ നമ്മൾ ആ വഴിക്ക് പോകില്ല, നമ്മളുടെ പൂർണ്ണമായ ആരോഗ്യം തിരിച്ചിട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോകില്ല, ഫോളോ അപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയാം, ഇത് കുഴപ്പമില്ല മാറി എന്ന് പറയും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ അത്തരം എന്തെങ്കിലും രോഗം ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിലും അന്ന് പോകാൻ പറഞ്ഞിട്ട് പോയില്ലല്ലോ, ചിലപ്പോ ഇനി കോഴ്സ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ പരിശോധനയിൽ അവർക്ക് വീണ്ടും എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റുമായിരുന്നോ, പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല, അല്ലെ? സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. പനിയൊക്കെ ഉണ്ട്, മരുന്നൊക്കെ കഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് വിവരം പറയണമെന്ന് പറയും, പിന്നെ വഴിക്കോ പറഞ്ഞ മാറി കഴിഞ്ഞാൽ നമ്മൾ പോയില്ല, പക്ഷെ മാറിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും. ക്ലിയർ അല്ലേ? ഡിസ്ചാർജ് സമ്മറി അത് 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയുടെ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. യെസ്, നെക്സ്റ്റ് വൺ അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഇനി ഈ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോമുകൾ ഇല്ലേ, മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ആ എന്താ പറയാ രജിസ്ട്രേഷൻ പോയിന്റ് തുടങ്ങി അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുന്തോറും ഒരുപാട് ഫോമുകളൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതൊക്കെ വരും, അല്ലെ? രജിസ്ട്രേഷൻ പോയിന്റില് നമ്മുടെ പേര്,
വയസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ചിലയിടത്ത് അങ്ങനെയാണ്, ഒരു ഫോമായിട്ട് കൊടുക്കും, എന്നിട്ട് അതവിടെ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഉണ്ടോ ഹോസ്പിറ്റൽസില്? നമ്മുടെ റിസപ്ഷനകത്ത് ഇരിക്കുന്ന ആളുകൾ നമ്മളോട് പേരും വിവരമൊക്കെ ചോദിച്ചിട്ട് ചീട്ട് എഴുതുന്ന രീതിയുണ്ട്. അതുകൂടാതെ ചില ഹോസ്പിറ്റൽസിൽ ഇങ്ങനെയും ഉണ്ട്. ആ രജിസ്ട്രേഷൻ പോയിന്റിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ, ആ കൗണ്ടറിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ഫോം ഉണ്ട്. വരുന്ന പേഷ്യൻസ് അവരുടെ പേരും വയസ്സ്, മറ്റു കാര്യങ്ങളും അഡ്രസ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി അവിടെ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ചീട്ട് തരുന്നത് വരെ. അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ? ഉണ്ടോ അങ്ങനെ? അങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ പോയിട്ടുണ്ടോ? വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയാണ്. പോയിട്ടില്ല? അങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഫോം ഉണ്ടോ നിങ്ങളുടെ? ആരും പോയിട്ടില്ല അങ്ങനത്തെ? ഞാൻ മാത്രം കണ്ടിട്ടുള്ള? ഇത് കണ്ടിട്ടുണ്ട്. യെസ്, പുതിയ ആണെങ്കിലാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യമായിട്ട് പോകുമ്പോ, പിന്നെ പോകുമ്പോ നമ്മുടെ കയ്യിൽ ഓൾറെഡി കാർഡ് ഉണ്ടല്ലോ. യെസ്, അതാണ്. അപ്പൊ ഈ പറയുന്ന ഫോംസ് എല്ലാം കൂടി ഒരു ഫോൾഡറിലായിട്ട് നമ്മളിങ്ങനെ ഓരോ ഫോൾഡറിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതെന്തൊക്കെ ഫോൾഡർ ആണെന്നാണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റിന് വേണ്ടിയിട്ട് OP, പിന്നെ കറസ്പോണ്ടൻസ് ഒക്കെ ഓരോന്നും വീണ്ടും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പറയാം. പിന്നെ പല ഇൻവെസ്റ്റിഗേഷൻസ്, പേഷ്യൻസിൽ നടത്തുന്ന പല കണ്ടെത്തലുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇൻപേഷ്യൻസിന്. അങ്ങനെ 4 ഫോൾഡേഴ്സ് ആണ് അറേഞ്ച് ചെയ്ത് മെഡിക്കൽ ഫോമുകളെല്ലാം തന്നെ അസംബിൾ ചെയ്ത് വെക്കുന്നത്. ഓരോന്നിനും ഓരോ ഫോൾഡർ ആണ്. OPക്ക്, പിന്നെ ഈ IP ഇൻപേഷ്യൻസിന്, പിന്നെ കറസ്പോണ്ടൻസിന്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസിന്. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ഫോൾഡേഴ്സിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ആദ്യം OP, ഔട്ട് പേഷ്യൻസ് ആണ്. അത് ഓൾ ദ ഔട്ട് പേഷ്യൻസിന്റെ എന്താ പറയാ ഫോമുകളാണ്. പേഷ്യന്റ് ഹോസ്പിറ്റൽസിൽ OPയിൽ വരുന്ന പേഷ്യൻസിന്റെ എല്ലാ ഫോമുകള്, അതിന്റെ ഫോളോ അപ്പ് ഫോമുകളൊക്കെ കൃത്യമായിട്ട് എങ്ങനെ എഴുതി വെക്കും, എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും? ഫോൾഡറിലാക്കി ക്രോണോളജിക്കൽ ഓർഡറിലാണ്. എന്താ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രോണോളജിക്കൽ മീൻസ് അക്കോർഡിംഗ് ടു ടൈം അനുസരിച്ച്, എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച്, ഡ്യൂറേഷൻ അനുസരിച്ച്, ഇന്ന വർഷത്തില്, ഇന്ന മാസത്തില്, ഇന്ന ദിവസം, ഇന്ന ഡേറ്റില്, അല്ലെ ഇന്ന ടൈമില് എത്തി. അപ്പൊ ആ ഒരു ഓർഡർ, സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. എളുപ്പത്തിന് വേണ്ടിയിട്ടാ, എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാ. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ പറയുന്ന എല്ലാ ഫോമുകളും ബുക്കുകളും ഒക്കെ ഫയലുകളൊക്കെ ഇങ്ങനെ ഷെൽഫുകളിൽ റാക്കുകളായിട്ട് തിരിച്ച് 2005 അത് കഴിഞ്ഞ അടുത്ത റാക്കിനകത്ത് 2006 2005 ജനുവരി മുതൽ മാർച്ച് വരെ, ഇനി 2005 ഏപ്രിൽ തുടങ്ങി ഇന്ന മാസം വരെ, അങ്ങനെയൊക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും, സോർട്ട് ചെയ്ത് വെക്കും. സോ ഇറ്റ് വിൽ ബി ഈസി. വീണ്ടും നമുക്ക് എടുത്ത് ആക്സസ് ചെയ്യണം, അത്തരം ഇൻഫോർമേഷൻസ് എടുത്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ പല അറേഞ്ച്മെന്റ് നടത്തി വെക്കുന്നില്ലേ പല കാര്യങ്ങളും. തേയില, പഞ്ചസാര, കാപ്പി പൊടിയൊക്കെ ഒരു സ്ഥലത്ത് അതൊക്കെ വെച്ചേക്കണോട്ട് കൊണ്ടുപോയിട്ടാണോ നമ്മൾ കത്തിയും മറ്റ് ഷാർപ്പൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കുന്നത്? അല്ല, അതിനൊക്കെ ഓരോന്നിനും സ്പേസ് ഉണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഒരു സ്ഥലത്ത് വെക്കും. കാരണം അതൊക്കെ എളുപ്പം എല്ലാ ദിവസവും എല്ലാ കറിയിലും എവിടെയെങ്കിലൊക്കെ വാരിയിടാനുള്ളതാണ്. അതുകൊണ്ട് അത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അതേസമയം സ്ഥിരമായി നമ്മൾ എടുക്കേണ്ടാത്ത പൗഡേഴ്സോ മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മാറ്റി, അല്ലെ, അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്തിനാണ്? ഇതൊക്കെ നമ്മുടെ ഈസി ആക്സസ് ആണ്. കൈ എത്തുന്നിടത്ത് പെട്ടെന്ന് അത് എത്തി, അത് പെട്ടെന്ന് നിങ്ങളുടെ വാരിയിട്ടാലാണ് അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇതിനൊക്കെ വേണ്ടിയിട്ട് അതന്നെയാണ് ഹോസ്പിറ്റൽസിലും ഇതുപോലെ 4 ഫോൾഡേഴ്സിൽ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് OP, ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ വരുന്ന പേഷ്യൻസിന്റെയും ടൈമിനനുസരിച്ച് അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ആ ഫോൾഡറിൽ വെക്കുന്നു. OPക്ക്, ഔട്ട് പേഷ്യൻസിന്. ക്ലിയർ ആയോ? മനസ്സിലായോ? അടുത്തത് കറസ്പോണ്ടൻസ് ആണ്. കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ എന്ത് പറയും? അതായത് പല കാര്യങ്ങളും പിന്നീട് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫോമുകൾ, അതായത് മറ്റു പല ഫോമാണ്. മറ്റ് ഫോമുകൾ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സാധനം അതിനകത്ത് വന്നിട്ടുണ്ട്. റെഫറൽ ഫോം, മറ്റു ഹോസ്പിറ്റൽസിൽ നിന്നോ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നോ ഒക്കെ ഇങ്ങനെ റെഫർ ചെയ്ത് കൊണ്ടുവന്ന ഫോമുകൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലെ? റെഫറൻസ് എന്താണെന്ന്. ചിലപ്പോ ഒരു രോഗി അടുത്തുള്ള ഹെൽത്ത് സെന്റേഴ്സിലാണ് ചിലപ്പോ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി പോയത്. പക്ഷെ അത് അവിടെ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ചിലപ്പോൾ അവിടെ മറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആളോട് ഇന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കാണിക്കും, ഇന്ന ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് റെഫറൽ ലെറ്റർ തരാം, അതുകൊണ്ട് അവിടെ ചെന്നാൽ മതി എന്ന് പറയും. അങ്ങനെ കൊണ്ടുവരുന്ന ലെറ്റർ, അതാണ് റെഫറൽ ലെറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡ്മിഷൻ ഫോംസ്, കൺസൾട്ടേഷൻ ഫോമുകൾ, അതൊക്കെ ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും നമ്മള് പേഷ്യന്റിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എന്തെങ്കിലും പരിശോധന നടത്തണം, ചിലപ്പോൾ അതിന് കൺസെന്റ് വേണ്ടി വരും. എല്ലാ പരിശോധനകൾക്കും കൺസെന്റ് ഒന്നും വേണ്ട. ബോഡിയിൽ
എന്താ പറയാ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുന്നതിന് അവരുടെ കൺസെന്റ് ആവശ്യമില്ല. അതേസമയം മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുമ്പോൾ ചില റുട്ടീൻ ആയിട്ടുള്ള അല്ലാത്ത ചില പരിശോധനകളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ കൺസെന്റ് പേഷ്യന്റിന് വേണ്ടി വരും. അങ്ങനെയുള്ള ഫോമുകള്, പിന്നെ ചെക്കിൽ എന്താ പറയാ ഓപ്പറേഷൻ മുമ്പുള്ള ചില ഫോമുകള്, പിന്നെ സ്റ്റിൽ ബർത്തിന്റെ ഫോമുകള്, അതിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചാപിള്ള എന്ന് കേട്ടില്ലേ? ചാപിള്ള സാധനമാണ് കേട്ടാ. അതെ, പിന്നെ ബർത്ത് നോട്ടിഫിക്കേഷൻ, മരിച്ചു പോകുന്നത് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അതാണ്. മെഡിക്കൽ റിപ്പോർട്ട്, പല കാര്യങ്ങളുടെയും ഇൻഫെക്ഷൻ റിപ്പോർട്ട്, ഇൻസിഡന്റ് ഫോമുകള്, റിപ്പോർട്ടുകള്, ഇങ്ങനെയുള്ള എല്ലാ ഫോമുകളുടെയും ഒരു കൂമ്പാരം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡറാണ് കറസ്പോണ്ടൻസ്. ക്ലിയർ ആയോ? ഒത്തിരി ഫോമുകള്, എല്ലാം ഫോമുകളാണെന്ന് ഉദ്ദേശിക്കുക അതിനകത്ത്. മനസ്സിലായോ? കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് മനസ്സിലായോ? അത് ആ ഫോൾഡറിലാണ് എല്ലാ ഫോമുകളും കൊണ്ടുപോയി ഒരുമിച്ച് വെക്കുക. നമ്മുടെ ഫോണുകളിലൊക്കെ നമ്മൾ ഓരോ ഫോൾഡറുകൾ ഉണ്ടല്ലോ, നമുക്ക് ഫോട്ടോസിന് വേണ്ടി ഒരു ഫോൾഡർ അല്ലെ, അങ്ങനെയൊക്കെ പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഓരോ ഫോൾഡേഴ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ. ഔട്ട് പേഷ്യൻസിന് ഒ പി വിഭാഗം വരുന്ന പേഷ്യൻസിന്റെ ഒക്കെ നെയിമൊക്കെ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അവരുടെ മറ്റ് ഫോമുകൾ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതുകൂടി അറ്റാച്ച് ചെയ്ത് ഒരു ഫോൾഡറിൽ. അടുത്തത് കറസ്പോണ്ടൻസ് ആണ്. മറ്റ് ഫോമുകളായിട്ടുള്ള റെഫറൽ ഫോം, കൺസൾട്ടേഷൻ ഫോം, പ്രീ ഓപ്പറേഷൻ മുമ്പുള്ള കൺസെന്റ് ഫോമുകള്, അതുപോലെ തന്നെ എന്തെങ്കിലും ചെക്കപ്പ് ഒക്കെ നടത്തിയെങ്കിൽ അതിന്റെ ചെക്ക് ലിസ്റ്റുകളുടെ ഫോമുകള്, പിന്നെ സ്റ്റിൽ ബർത്തിന്റെയും ബർത്ത് നോട്ടിഫിക്കേഷന്റെയും മെഡിക്കൽ റിപ്പോർട്ട്സിന്റെ ഒക്കെ ഫോമുകൾ എല്ലാം വരുവാണ്. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ലബോറട്ടറി റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയാ ന്യൂക്ലിയർ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകളോ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ, എക്സ്റേസ്, ECG കണ്ടോ, ECG, EEG, അൾട്രാസൗണ്ട് എക്സാമിനേഷൻസ്, അതൊക്കെ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ തന്നെ വെക്കണം. ആ ഓർഡർ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ലാബ് റിപ്പോർട്ടുകള്, പിന്നെ എക്സ്റേ റിപ്പോർട്ട്, പിന്നെ ECG, പിന്നെ EEG, അൾട്രാസൗണ്ട്, മറ്റ് റിപ്പോർട്ടുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഫോൾഡറിൽ വെക്കും. ആ ഫോൾഡറിന്റെ പേരാണ് ഇൻവെസ്റ്റിഗേഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഓർഡർ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സ്റേ ലാബ് റിപ്പോർട്ടില് ആദ്യം, പിന്നെ എക്സ്റേ, പിന്നെ ECG, പിന്നെ EEG, അൾട്രാസൗണ്ട് ആൻഡ് അതർ. അതുമൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ കേട്ടോ. ഇതൊക്കെ അക്കോർഡിംഗ് ടു ടൈം ആണ്, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് ഒരു ഫോൾഡറിലാക്കി വെക്കുന്നുണ്ട്. അതാണ് മൗണ്ട് ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഓരോന്നിന്റെ ഓരോ ഗ്രൂപ്പായിട്ട്. ഇപ്പൊ എക്സ്റേയുടെ കുറെ റിപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കും. അത് കൃത്യമായിട്ട് ടൈം അനുസരിച്ച് ഇതെല്ലാം കൂടി എടുത്തു വെക്കുക. അത് പിന്നീടൊക്കെ ആവശ്യം വരുകയും, കാരണം പിന്നീട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം എന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ എത്തണം. അപ്പൊ അതിനാണ് ഇതൊക്കെ ഫോൾഡറിലാക്കി വെക്കുന്നത്. നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം ഇപ്പൊ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് സ്ക്രീൻഷോട്ട്സ് ആയിരിക്കാം, ചിലർ ക്യാമറയിൽ എടുത്തതായിരിക്കാം, ചിലർ ആരെങ്കിലും സെൻഡ് ചെയ്ത് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്തതായിരിക്കാം. അപ്പൊ ഇതൊക്കെ ഓരോ ഫോൾഡറിൽ എടുക്കുക. അപ്പൊ നമുക്ക് ഇന്ന ദിവസം നമ്മൾ സ്വന്തമായിട്ട് ക്യാമറ നമ്മളുടെ ഫോണിൽ നിന്ന് തന്നെ എടുത്താണല്ലോ. അപ്പൊ ക്യാമറയുടെ അകത്ത് പോയി ചെക്ക് ചെയ്താൽ മതി. അല്ലാണ്ട് എല്ലാ ഫോട്ടോസ് നമ്മള് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അങ്ങനെയല്ലേ? ഞാനൊരു എക്സാമ്പിൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അതന്നെ. അടുത്ത എന്താ? ഇൻപേഷ്യൻസിന്റെ ആണ്. അപ്പൊ ഇനി അടുത്തത് ഇൻപേഷ്യന്റിന്റെ ആണ്. ഇൻപേഷ്യന്റിന്റെ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, രോഗം നോക്കി കഴിയുമ്പോൾ ഇത്തിരി സീരിയസ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോ ഡോക്ടർക്ക് ആളുടെ രോഗം എന്താണെന്ന് വ്യക്തമായിട്ട് ആ സമയത്ത് ആൾക്കത് മനസ്സിലാകുന്നില്ല. ചിലപ്പോ ചില ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആളുടെ ബോഡിയിൽ ചെയ്യണം. അപ്പൊ അഡ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമാണെങ്കിൽ അഡ്മിഷൻ വരുന്ന സമയത്ത്, പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റാസ്, പിന്നെ ആളുടെ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി ബോഡിയൊക്കെ ചെക്ക് ചെയ്തു, അതിന്റെ കണ്ടെത്തലുകൾ, അതിന്റെ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സകലമായ സാധനം ഇതിനകത്ത് വരും. ഏത്? ഇൻപേഷ്യന്റിന്റെ ഏതിലാ? ഫിസിഷ്യൻസിന്റെ ഓർഡർ, അനസ്തേഷ്യ റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അത്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, റിക്കവറി റെക്കോർഡ്സ്, ലേബർ റെക്കോർഡ്സ്, ലേബർ റൂമൊക്കെ ഉപയോഗിച്ചേക്കണം അതിൻ്റെതായ റെക്കോർഡുകൾ, ഡയബറ്റീസ് റെക്കോർഡ്സ്, റെസിസിറ്റേഷൻ റെക്കോർഡ്സ്, പുനരുജ്ജീവന റെക്കോർഡ്സ്, ഇത് മരണത്തോട് അടുത്ത് കണ്ട ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഇവിടെ വരെയൊക്കെ എത്തിച്ചു. പിന്നെ ഇച്ച് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാലില്ലേ, ഇത് പറയാം. അതായത് ഒരു
ഈ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ചില അതെ അതെ ബ്രെയിൻ ഹെമറേജ് എന്ന് വിളിക്കും നമ്മൾ അതിനെ. അതായത് രക്തസ്രാവം, അതായത് മസ്തിഷ്ക രക്തസ്രാവം, അതിന്റെയൊക്കെ റെക്കോർഡുകൾ, അങ്ങനത്തെ റെക്കോർഡ്, അതാണ്ട് ഇച്ച് റെക്കോർഡ്. അത് ശരിക്കും പറഞ്ഞാൽ ICH ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ICH മൂന്നും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം ഞാൻ എഴുതി തരാം, പറഞ്ഞുതരാം കേട്ടോ. ഇൻട്രാസെറിബ്രൽ ഹെമറേജ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പറഞ്ഞിട്ട് എഴുതിയാൽ മതി, സ്ഥലമൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഈ ബ്രെയിനിനകത്ത് രക്തസ്രാവമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെഡിക്കേഷൻ റെക്കോർഡ്, പിന്നെ ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്സ്, ഒരു രോഗിയുടെ രോഗത്തിന്റെ ആ ഒരു ഭേദമാകുന്നതിന്റെ ആ ഒരു ഗ്രോത്ത് ചാർട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്സ്, ഇൻടേക്ക്, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. വൈറ്റൽ സയൻസ്, ഇത് ഒരു രോഗിയുടെ ടെമ്പറേച്ചർ, പൾസ്, അതുപോലെ റെസ്പിറേഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. പിന്നെ BP ഒക്കെയാണ് വൈറ്റൽ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഒരു എന്തെങ്കിലും രോഗമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ ആദ്യം ചെക്ക് ചെയ്യുന്ന സാധനമാണ് ടെമ്പറേച്ചർ നോക്കും, പിന്നെ പൾസ് നോക്കും, പിന്നെ BP നോക്കും, ഇങ്ങനെയുള്ളത് കേട്ടോ. അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക്, ഏറ്റവും മുകളിലപ്പോൾ ലേറ്റസ്റ്റ് റെക്കോർഡ് ഏറ്റവും മുകളിൽ വരുന്നതും, അത് കഴിഞ്ഞ് പിന്നെ റിമോട്ട് ആയിട്ടുള്ള കുറച്ച് ദൂരെ ദൂരെ പോകുന്നതോറും താഴേക്ക് റെക്കോർഡുകൾ വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ചെയ്ത് പോയ പേഷ്യൻസിന്റെ ഒക്കെ ഏറ്റവും അവസാനമായിരിക്കും നിർത്തുക. ഇപ്പൊ പ്രസന്റിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ പേഷ്യൻസിന്റെ റെക്കോർഡുകളായിരിക്കും അപ്പൊ ഏറ്റവും മുകളിൽ വരിക. അപ്പൊ ആ സെന്റൻസ് അറ്റത്തോടെ ഒരു സെന്റൻസിനോട് ചേർത്ത് വെച്ചിരുന്നു കണ്ടോ നിങ്ങള്. Discharge summaries with the most remote admission filed on the bottom and the most recent admission filed on the top. അല്ലെ, അതായത് ഏറ്റവും പഴയ അഡ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഏറ്റവും താഴെയും, ഡിസ്ചാർജ് സമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും താഴെയും, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തത് അവരുടെ റെക്കോർഡ്സ് ഒക്കെ ഏറ്റവും മുകളിലും വരുന്ന രീതിയിൽ ഫയൽ ചെയ്ത് അത് ഫോൾഡറിലാക്കുന്നു ഇൻപേഷ്യൻസിന്റെ. അതാണ് ഇൻപേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാമോ? അത് ക്ലിയർ ആണോ? സിമ്പിൾ ആണോ അതൊക്കെ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ICHന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇച്ച് റെക്കോർഡ്സ്. ഒന്ന് നോട്ട് ചെയ്തേക്ക് അവിടെ. ICH ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണേ. ICH records means intracerebral ബ്രെയിനകത്തുള്ള മസ്തിഷ്ക രക്തസ്രാവം. ഇൻട്രാ INTRACEREBRAL cerebral. Hemorrhage ന്റെ സ്പെല്ലിംഗ് തെറ്റിക്കാതില്ല. HEMORRHAGE. once again HEMORRHAGE pronounced as hemorrhage എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇച്ച് റെക്കോർഡ്സ് അതാണ് ഇൻട്രാസെറിബ്രൽ ഹെമറേജ്. ആന്തരികമായ ബ്രെയിൻ ഉള്ളിലാണല്ലോ, അതിന്റെ രക്തസ്രാവം അതാണ് ഉദ്ദേശിക്കുന്നത്. മസ്തിഷ്കത്തിനകത്തുള്ള രക്തസ്രാവം ഇച്ച് റെക്കോർഡ്സ് അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അല്ലാതെ പിന്നീട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നോട്ടിഫൈ ചെയ്തില്ല, റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരിക്കും പുറത്ത് ആളുകൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇന്റേണൽ ആയിട്ട് മസ്തിഷ്കത്തില് ഇതുപോലെയുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു, പക്ഷെ അവർ നോട്ട് ചെയ്തില്ല, അവിടെ
റെക്കോർഡ്സിൽ എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം വരും. ഇല്ലേ? ചോദ്യം വരൂലേ? യെസ്, ലൈക്ക് ദാറ്റ്. അപ്പൊ ഇച്ച് റെക്കോർഡ്സ് എഴുതിയോ എല്ലാവരും? അതിനകത്ത് പറഞ്ഞേക്കണ ഇച്ച് റെക്കോർഡ്സ് മാത്രം നമുക്ക് വലിയ പരിചയമില്ലാത്ത സാധനം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം അറിയാം. എന്ത് സർവീസ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് കൊടുത്താലും അത് റെക്കോർഡ് ചെയ്യണം. ഇച്ച് ആൻഡ് എവറിത്തിങ്, ചെറുതോ വലുതോ ആയിക്കോട്ടെ. നത്തിങ്, ഒന്നിനും നമ്മൾ ഒരു നിസ്സാരമായി കാണാൻ പാടില്ല. എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ്സ് ആക്കി നമ്മൾ ഓരോ ഫോൾഡറിലൊക്കെ കീപ്പ് ചെയ്യണം. പ്രധാനമായിട്ട് 4 ഫോൾഡർ ആയിരുന്നു: ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻപേഷ്യൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. 4 ഫോൾഡേഴ്സിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സും ഉണ്ടായിരിക്കും, ഒന്നും ഇതാവില്ല. അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ ഇങ്ങനെ വെക്കുമ്പോ, ഇതൊക്കെ ഫയൽ ചെയ്യുമ്പോ ഇതിനൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഫയൽ ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു പ്രത്യേക നമ്പറിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ പോരല്ല, അതിനൊക്കെ ഒരു നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഫയലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്ന ചില രീതികളാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 5 രീതിയിൽ നമ്മളുടെ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഫയൽ ചെയ്യാം. അത് നമ്പറിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആൻഡ് ടെർമിനൽ ഡിജിറ്റൽ ഫയലിംഗ്, മിഡിൽ ഡിജിറ്റൽ ഫയലിംഗ്. ഇങ്ങനെ 5 രീതിയുണ്ട്. ഏത് രീതി വേണമെങ്കിലും ഓരോ ഹോസ്പിറ്റൽസിനും അവർക്ക് അവരുടേതായ ഇഷ്ടപ്പെട്ട രീതി അഡോപ്റ്റ് ചെയ്യാം, ഉപയോഗിക്കാം. ഏത് രീതിയിൽ ഇത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ചൂസ് ചെയ്യാം, ഹോസ്പിറ്റൽസിന് ചൂസ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ? 5 രീതി. ഈ 5 രീതികളുടെ പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ടിക്ക് ഇട്ട് വെച്ചേക്കാം കേട്ടോ. 5 രീതികളുടെ എക്സ്പ്ലനേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നെടുത്ത ഭാഗത്ത് ഒക്കെ നന്നായിട്ടൊന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. ആ മറ്റേ ഇച്ചിന്റെ മലയാളം എഴുതി വെച്ചില്ലേ? മസ്തിഷ്കത്തിനകത്തുള്ള ഇതാണ് രക്തസ്രാവം, അതാണ് ഇൻട്രാസെറിബ്രൽ ഹെമറേജ്. മലയാളം ഭയങ്കര കട്ടി പിടിച്ച വാക്കാണ്, പറയാൻ പെട്ടെന്ന് നാക്കൊക്കെ വളക്കി വരിക പെട്ടെന്ന്. ഓക്കെ, സോ സീ യു. അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു.